ഹലോ, നമ്മളിന്ന് ഈ ഒരു ഡിസൈനാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കാണുമ്പോൾ ഒരു ഹെവി ഡിസൈൻ പോലെ തോന്നിക്കുന്ന ഒരു വർക്കാണ് ഇത്. സ്ലീവിൻ്റെ ബോർഡർ ഒരു സ്കാലപ്പ് പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗമ്മും അതുപോലെ ബോൾ ചെയിനുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കാലപ്പ് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുത്തിട്ട് അവിടെ ബോൾ ചെയിനാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബോൾ ചെയിന് പകരം അവിടെ കട്ട് ബീഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, അതുപോലെ ഷുഗർ ബീഡോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, സ്റ്റോൺ ചെയിന്, അങ്ങനെ എന്ത് വേണോ നമുക്കിത് യൂസ് ചെയ്ത് ഈ സ്കാലപ്പ് കംപ്ലീറ്റ് ചെയ്തെടുക്കാവേ. പിന്നെ നമുക്ക് വേണ്ടത് കുന്തൻ സ്റ്റോൺ ആണ്. ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഗമ്മ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ ഇതുപോലെ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇതിൽ മാർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. 1 ഇഞ്ച് ഗ്യാപ്പിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ടൈമിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ് ഇത്. പിന്നെ ഈ ഒരു ഡിസൈൻ ഫുൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഷുഗർ ബീഡും അതുപോലെ ഹാഫ് ബീഡും ആണ് വേണ്ടത്. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് ബീഡും ഒരു ഷുഗർ ബീഡ് ആ ഒരു രീതിക്ക് വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളിതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. കുന്തൻ സ്റ്റോണിൻ്റെ 2 വശത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഹാഫ് ബീഡും ഷുഗർ ബീഡും വച്ചു കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു സ്ലീവിൻ്റെ ഫുള്ള് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഒരുപാടുണ്ടല്ലോ എന്നൊക്കെ തോന്നും, പക്ഷേ ചെയ്ത് വരുമ്പോഴത്തേനും അത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഡിസൈനാണ്. സ്ലീവിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നത്, ഒരു ഹെവി ഡിസൈൻ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.